പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് കാലം ഒട്ടും അനുകൂലമല്ലെന്ന് തോന്നുന്നു. തൊടുന്നതെല്ലാം പിഴച്ച് ദീദി വലിയ പ്രതിരോധത്തിലാണ്. ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ ഒരു വിധി കൂടി ദീദിക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, SIR നടപ്പാക്കിയതിനു ശേഷം വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തുപോയ ആൾക്കാർ, അത് ഏതാണ്ട് 91 ലക്ഷം പേരെ ആണ് അസാധു ആണ് ആ വോട്ടുകൾ എന്ന് കണ്ട് 91 ലക്ഷം വോട്ടുകളാണ് നീക്കം ചെയ്തിരിക്കുന്നത്. അതിൽ മരിച്ചുപോയവരുണ്ട്, അതുപോലെ വോട്ട് ഇരട്ടിപ്പ് വന്നതുണ്ട്, സ്ഥലം മാറിപ്പോയവരുടെ വോട്ടുണ്ട്, ഇങ്ങനെ പലതുമുണ്ട്. ഇതെല്ലാം കണ്ടെത്തി നീക്കം ചെയ്ത്, അതായത് വ്യാജരേഖകൾ ഉപയോഗിച്ച് വലിയ തോതിൽ ബംഗാളിലേക്ക് നുഴഞ്ഞു കയറി വോട്ടർ പട്ടികയിൽ ഇടം നേടിയവർ പോലും ഉണ്ടായിരുന്നു. അതിൽ ഒട്ടുമുക്കാലും SIR നടപ്പാക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഉള്ള രേഖകൾ, അതായത് വ്യാജമായി നിർമ്മിച്ച രേഖകളൊക്കെ ഇവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് നാട് വിടുന്ന, കൂട്ടയോട്ടം നടത്തി പലായനം ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ദൃശ്യമാധ്യമങ്ങളിലൂടെ. എന്തായാലും ഇരിക്കട്ടെ, ഇതിൽ ഈ പറഞ്ഞതുപോലെ 91 ലക്ഷം വോട്ടുകൾ അസാധുവാണെന്ന് കണ്ട് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ശേഷം ഒട്ടനവധി പേർ ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിച്ചു. തങ്ങളുടെ വോട്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ്, ഇത് പുനഃസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ട് ഹർജിയുമായിട്ട് സുപ്രീം കോടതിയിൽ എത്തി. ഈ ഹർജി പരിഗണിച്ച കോടതി എന്തായാലും ഒരു കാര്യം വളരെ കൃത്യമായിട്ട് ചെയ്തു. ഈ പറഞ്ഞതുപോലെ അവർക്ക് തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ, ഈ ഹർജികളിൽ തീരുമാനമാകുന്നത് വരെ അവർക്ക് വോട്ടവകാശം നൽകാനാകില്ല എന്ന തീരുമാനമാണ് കോടതി എടുത്തത്. കോടതി അവിടേക്ക് 7 ജഡ്ജിമാരെ, വനിതാ ജഡ്ജിമാരടക്കമുള്ള ജഡ്ജിമാരുടെ സംഘത്തെ ബംഗാളിലേക്ക് നിയോഗിച്ചിരുന്നു. അവർ ഓരോ നിശ്ചിത സ്ഥലത്തും വന്ന് ക്യാമ്പ് ചെയ്ത് ഈ പരാതികൾ, അതായത് SIR നിമിത്തം പുറത്തായി പോയ വോട്ടർമാർക്ക് പരാതി പറയാനുള്ള അവസരവും സാഹചര്യവും അവിടെ ഒരുക്കിയിരുന്നു. ഈ ജഡ്ജിമാരുടെ നിരീക്ഷണത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നിരുന്നത്. അങ്ങനെ അവിടെ പരാതിയുമായി എത്തുന്നവരുടെ പരാതി സ്വീകരിച്ച്, അത് അവരുടെ അപ്പീൽ സ്വീകരിച്ച് അതിന്മേൽ തുടർ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിലാണ് ഏതാണ്ട് 34 ലക്ഷം റിവ്യൂ ഹർജികൾ അതിനകത്ത് ഉണ്ടായിരുന്നു. ഈ 34 ലക്ഷം പേർക്കും വോട്ടവകാശം കൊടുക്കണം എന്നാണ് മമതയും തൃണമൂൽ കോൺഗ്രസും ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ കോടതി അക്കാര്യത്തിൽ ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നു, അങ്ങനെ കൊടുക്കാൻ സാധിക്കില്ല. കാരണം മമത ആവശ്യപ്പെട്ടത് ഇവർ തൽക്കാലത്തേക്ക് വോട്ട് ചെയ്യട്ടെ, ഇവരുടെ വോട്ട് ചെയ്യാനുള്ള അവകാശം നിലനിർത്തണം, അത് പരിഗണിക്കണം എന്നായിരുന്നു മമത ആവശ്യപ്പെട്ടത്. അത് വേണമെങ്കിൽ പ്രത്യേകം കൗണ്ട് ചെയ്ത് സൂക്ഷിക്കാം എന്നൊക്കെ ഇവരുടെ ആർഗ്യുമെൻറ്റിൽ ഉണ്ടായിരുന്നു. പക്ഷേ സുപ്രീം കോടതി പറഞ്ഞത്, നാളെ ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞ് ഈ റിവ്യൂ ഹർജികൾ, അപ്പീലുകൾ എല്ലാം പരിശോധിച്ച് ഇവർക്ക് വോട്ടവകാശമില്ല എന്ന് തെളിയുകയാണെങ്കിൽ എന്തു ചെയ്യും? ഈ പറഞ്ഞതുപോലെ ഇവർ ചെയ്ത വോട്ടിനെ ഏത് ഗണത്തിൽ പെടുത്തും എന്നാണ് കോടതി ചോദിക്കുന്നത്. വളരെ ശരിയാണ്. കാരണം ഈ പറയുന്നത് പോലെ ഈ രേഖകളുടെ അടിസ്ഥാനത്തിൽ, അതായത് ഒരാൾ ഇന്ത്യൻ പൗരനാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്ന രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഒരാൾക്ക് വോട്ടവകാശം ലഭിക്കുന്നത്. അല്ലാതെ ചുമ്മാ വലിഞ്ഞു കയറി വന്നവർക്കൊന്നും വോട്ടവകാശം ലഭിക്കില്ല. ഇന്ത്യ അങ്ങനെ ആർക്കെങ്കിലും വന്ന് കൊട്ടാവുന്ന ഒരു ചെണ്ടയല്ല. ചുമ്മാ വരുന്നവനും പോകുന്നവനുമൊക്കെ ഇവിടെ എന്ത് തോന്നിയവാസവും കാണിച്ചിട്ട് പോകാം എന്ന ഒരു സാഹചര്യമല്ല ഉള്ളത് എന്ന് വളരെ കൃത്യമായി, നിയമവാഴ്ചയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് ഒരിക്കൽ കൂടി ഈ സുപ്രീം കോടതിയുടെ ഈ മഹത്തായ വിധിയിൽ നിന്ന് തെളിഞ്ഞിരിക്കുന്നു. അതായത് നമ്മുടെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് മിശ്രയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ചാണ്, ഡിവിഷൻ ബെഞ്ചാണ് ഈ വിധി പറഞ്ഞിരിക്കുന്നത്. ബംഗാളിലെ SIRുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ കൃത്യമായിട്ട് കോടതി വിധി പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ബെഞ്ചാണ്. അതുപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, അദ്ദേഹം മാത്രമല്ല, ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തുമുണ്ട്, ജസ്റ്റിസ് ജോയ് മാല്യ ബാഗ്ചി, ഈ 2 പേർ അടങ്ങിയ ബെഞ്ചാണ് വിധി പറഞ്ഞിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് കോടതിയുടെ നിരീക്ഷണം വളരെ കൃത്യമാണ്. അപ്പീലുകൾ തീർപ്പാക്കാൻ
ബാക്കിയുള്ള പശ്ചാത്തലത്തിൽ വോട്ടവകാശം അനുവദിക്കുന്നത് പ്രായോഗികമല്ല എന്നാണ് കോടതി വിധിയിൽ പറയുന്നത്. ഈ 34 ലക്ഷം അപ്പീലുകൾ ഇപ്പോഴും പരിഗണനയിലുണ്ട്. ഭാവിയിൽ അതിൽ വോട്ടവകാശം ഉണ്ട്, ശരിയായ രേഖകൾ സഹിതം വോട്ടവകാശം ഉണ്ട് എന്ന് തെളിയിച്ചാൽ അവരുടെ വോട്ടവകാശം നിലനിൽക്കും. പക്ഷേ നിലവിൽ ഈ SIR നടപ്പാക്കി കഴിഞ്ഞ് ഇത്രയും പ്രശ്നങ്ങളുള്ള സ്ഥിതിക്ക് അവർക്ക് താൽക്കാലികമായെങ്കിലും വോട്ടവകാശം കൊടുക്കാൻ കഴിയില്ല എന്ന് കോടതി വളരെ കൃത്യമായിട്ട് വിധി പറഞ്ഞിരിക്കുകയാണ്. അത് നിയമവിരുദ്ധമാണ് എന്നും കോടതി കാണിക്കുന്നു. മാത്രമല്ല തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തന്നെ അത് അസ്ഥിരപ്പെടുത്തിയേക്കാമെന്നും സുപ്രീം കോടതി വിധിയിൽ പറയുന്നു. എന്തായാലും മമതയ്ക്ക് ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ആ പ്രതീക്ഷയും അസ്തമിച്ചിരിക്കുകയാണ്. ഒരു കാരണവശാലും ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായവർക്ക് അവിടെ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം ലഭിക്കില്ല എന്ന് തന്നെയാണ്. അതായത് വളരെ കൃത്യമായി നുഴഞ്ഞു കയറിയ റോഹിംഗ്യകളെയും ബംഗ്ലാദേശികളെയും ഉപയോഗിച്ച് ഇലക്ഷനിൽ വിജയിക്കാം എന്ന തന്ത്രം ഇനി അവിടെ വിലപ്പോകില്ല. മാത്രമല്ല മമത പറഞ്ഞ കാര്യങ്ങളോടൊപ്പം മറ്റൊരു വിഷയം കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് മമത പറഞ്ഞത് മുസ്ലിങ്ങളുടെ വോട്ടവകാശം ഹനിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരും BJPയും ചേർന്ന് ബംഗാളിലെ മുസ്ലിങ്ങളുടെ വോട്ടവകാശം കൂട്ടത്തോടെ ഇല്ലാതാക്കുകയാണ് എന്നാണ് മമത ആരോപിച്ചിരുന്നത്. പക്ഷേ ഈ 91 ലക്ഷം പേർ അല്ലെങ്കിൽ അത്രയും വോട്ടുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തപ്പോൾ ഏതാണ്ട് 60 ലക്ഷത്തിനടുത്ത് 64 ലക്ഷത്തിനടുത്ത് ഹിന്ദുക്കളുടെ വോട്ടാണ് നീക്കം ചെയ്തത് എന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ മമതയുടെ ഈ വാദം, അതായത് മുസ്ലിങ്ങളെ വോട്ട് ചെയ്യുന്നതിൽ നിന്ന് തടയുന്നു, മുസ്ലിങ്ങളുടെ വോട്ടവകാശം തകർക്കുന്നു, നശിപ്പിക്കുന്നു എന്നൊക്കെയുള്ള ഈ അവകാശവാദം വെറും പൊള്ളയാണ്. ഈ പരാതിയിൽ യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് വളരെ കൃത്യമായിട്ട് ഇതിലൂടെ തെളിഞ്ഞിരിക്കുകയാണ്. മരിച്ചുപോയ ആൾക്കാർ, സ്ഥലം മാറിപ്പോയവർ, വോട്ട് ഇരട്ടിച്ചിരിക്കുന്നത്, ഇതൊക്കെയാണ്. അതിൽ ജാതി മത ഭേദമന്യേ അതൊന്നും അവിടെ പരിഗണിച്ചിട്ടേ ഇല്ല. അത് ഏത് മതത്തിൽപ്പെട്ടയാളാണെങ്കിലും ശരി, ഏത് ജാതിയിൽപ്പെട്ടയാളാണെങ്കിലും ശരി, ഈ പറഞ്ഞതുപോലെ മരിച്ചുപോയ ആളിൻ്റെ പേര്, അതുപോലെ തന്നെ ഇരട്ട വോട്ടുകൾ വന്നിരിക്കുന്നത്, സ്ഥലം മാറിപ്പോയവരുടെ പേരുകൾ, ഇതൊക്കെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യും എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആ നിശ്ചയദാർഢ്യം ആണ് ഇവിടെ വിജയിച്ചത്. അതിനനുസരിച്ച് അവിടെ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ സിഖെന്നോ പാഴ്സിയെന്നോ ബുദ്ധനെന്നോ ജൈനനെന്നോ ഒന്നും നോക്കാതെ മതമുള്ളവനെയും മതമില്ലാത്തവനെയും ഒക്കെ തുല്യ പരിഗണന കൊടുത്തുകൊണ്ടാണ് SIR നടപ്പാക്കിയിരിക്കുന്നത് എന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഒരു കാര്യം നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. 34 ലക്ഷം അപ്പീലുകൾ, റിവ്യൂ ഹർജികൾ ഒക്കെ കോടതിയിൽ എത്തിയെങ്കിൽ ഇതിൻ്റെ പിന്നിൽ എത്ര ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. പക്ഷേ കോടതി വളരെ സത്യസന്ധമായി നിയമത്തിൻ്റെ തലനാഴിഴ കീറി പരിശോധിച്ച് നൂലിട വിടാതെ വളരെ കൃത്യമായി വിധി പറഞ്ഞിരിക്കുന്നു. എന്തായാലും ഈ അപ്പീലിൽ തീരുമാനം വരട്ടെ. ആ തീരുമാനം വരുമ്പോൾ ശരിയായ രേഖകളുടെ അടിസ്ഥാനത്തിൽ വോട്ടവകാശമുണ്ടെങ്കിൽ അത് പുനഃസ്ഥാപിക്കപ്പെടും. മറിച്ച് അതില്ലെങ്കിൽ ഒരു കാരണവശാലും അവർക്ക് വോട്ടവകാശം പുനഃസ്ഥാപിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഈ സംശയമുള്ള പരാതിക്കാർക്ക് വോട്ട് ചെയ്യാൻ അവസരം കൊടുക്കുന്നത് നിയമവിരുദ്ധമാണ്. അത് ഈ SIRന് വിരുദ്ധമാണ്. അത് നമ്മുടെ പാരമ്പര്യത്തിലുള്ളതല്ല. നമ്മൾ നിയമവാഴ്ചയുള്ള ഒരു രാജ്യമാണ്. അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല എന്നുകൂടി കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും ദീദിക്ക് കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞതുപോലെ ഈ ഒരു പിടിവള്ളി ഉണ്ടായിരുന്നു. കുറച്ച് എന്തെങ്കിലുമൊക്കെ ഇതിലൂടെ ചെയ്യാൻ കഴിയും എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. അതിന് കിട്ടിയ മർമ്മത്ത് തന്നെ കിട്ടിയ നല്ല ഒന്നാന്തരം പ്രഹരമാണ് സുപ്രീം കോടതിയുടെ ഈ വിധി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.